കൊച്ചി നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് CASF വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നു. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗൂണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം. ഐവിൻ 5 പോലീസ് കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചാരണം. ശബ്ദ സന്ദേശം 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. സത്യത്തില് എന്താണ് അവിടെ സംഭവിച്ചത്, ഇവരാരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവന്മാര്. ഇവരുടെ ചെറുതായിട്ടുള്ള തർക്കങ്ങള് പേര് പറയാത്ത ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് ചെയ്തു. പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു. 4-5 പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു. നമ്മുടെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന സാറിന്റെ മുഖത്തിനിട്ട് വന്ന് ഇടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തപ്പം 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിന്റെ സ്ഥാനം, ഷെഫാണോന്നൊന്നും അറിയത്തില്ല, ഗുണ്ടാകൃതിയാണ് അവന്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. ഈ ഗുണ്ടായിസുള്ള ആൾക്കാരെ മുഴുവൻ CASFലെ ജീവനക്കാരൻ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത് ന്യായമാണ് എന്ന് പറയുന്ന ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ കേട്ടത്. കൊല്ലാനും കൊലപ്പെടുത്താനുമുള്ള അധികാരം ഈ CASF ജീവനക്കാരൻ എവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രം ഈ ശബ്ദക്കാരൻ പറയുന്നില്ല. എന്തായാലും മലിന ശബ്ദമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. അമൽ സുരേന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. പറയൂ അമൽ. SKN കേരളക്കരയുടെ മനസാക്ഷിയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നടന്നത്. ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നതിന് ശേഷം CASFന്റെ കേരളത്തിലുള്ള വിവിധങ്ങളായ ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമാണ് ആശിക്കാനുള്ളത്. ഈ മരിച്ച ഐവിൻ ജിജോയുടെ മാതാപിതാക്കൾ ഒരു കാരണവശാലും ഈ ശബ്ദ സന്ദേശം കേൾക്കാനൊരു ഇട വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം സ്വന്തം മകനെ ക്രൂരമായി കൊന്നതിന് ശേഷവും അവന്റെ മരണത്തിന് ശേഷവും അവനെ ഗുണ്ടയെന്നും ക്രിമിനലെന്നും വിളിക്കാൻ മടികാട്ടാത്ത നികൃഷ്ട മനസ്സുകളുടെ ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ ഒരു മാതാപിതാക്കൾക്കും സഹിക്കാനാകുന്നതില്ല. ഏതായാലും ഈ ഒരു ശബ്ദ സന്ദേശം കേരളത്തിലെ വിവിധങ്ങളായ CASFന്റെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് CASF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയുടെ സത്യമറിയാം എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത്. റെജി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ അതിൽ പറയുന്നത് ഈ ഒരു ഐവിനെതിരെ ഒരു ഗുണ്ടയാണ് ഐവിന്റെ കൂടെ വേറെ പലരും ഉണ്ടായിരുന്നു, അവരാണ് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, ഇവർ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊരു കഥ മെനയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ശബ്ദ സന്ദേശം വന്നതിന് ശേഷവും നമ്മൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ എവിടെയും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യവും ന്യായമാണെന്നോ അല്ലെങ്കിൽ അതിൽ വസ്തുതയുണ്ടെന്നോ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഈ കൊലപാതകം നടന്നതിന് ശേഷം നമ്മൾ പലരുമായിട്ടും പല മാധ്യമങ്ങളും സംസാരിച്ചതാണ്. ഒരു തരത്തിലും ഈ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് SKN നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 25 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന, ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന, ഒരു കുടുംബത്തിന്റെ താങ്ങായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം സമൂഹത്തിലെ നിയമം പാലിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് ഇക്കാര്യം കൂടി അന്വേഷിക്കണം. ഇത്തരം ഒരു ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കാൻ ധൈര്യം കാണിച്ച ആൾ സത്യം പറയട്ടെ, പോലീസിന് ഇതിന്റെ ന്യായം കണ്ടുപിടിക്കണം. കാരണം കൊലപാതകം നടത്തിയതിനു ശേഷം കൊലപാതകികളെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരമൊരു ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് ഞാൻ കരുതുന്നു.